കർമ്മം കോസ് ആൻഡ് എഫക്റ്റിന്റെ ആകത്തുകയാണ്. മുൻകാല പ്രവർത്തനങ്ങളുടെ ഫലമായ റിസൾട്ടാണ് കർമ്മം. നല്ല റിസൾട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രവർത്തനങ്ങളിൽ അതിന് യോജിക്കുന്ന മാറ്റം തീർച്ചയായും കൊണ്ടുവരണം. അതായത് വിളവ് നല്ലതാകണമെങ്കിൽ വിത്ത് തീർച്ചയായും നല്ലതാവണം. വിത്ത് പ്രധാനമായും ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തികൾ എന്നിവയുടെ രൂപത്തിലാണ്. വിളവ് സ്നേഹമായോ സന്തോഷമായോ പണമായോ നിങ്ങളിലേക്ക് മടങ്ങി വന്നേക്കാം. നമ്മൾ എന്താവണമെന്ന് ആഗ്രഹിച്ചാൽ മാത്രം പോരാ, ആകർഷിക്കുക കൂടി വേണം. തങ്ങൾക്ക് സംഭവിക്കുന്ന തെറ്റായ കാര്യങ്ങൾക്ക് മറ്റാരെയെങ്കിലും കുറ്റപ്പെടുത്തുന്നതിന് പകരം സ്വന്തം വിധി രൂപപ്പെടുത്തുന്നതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. നിങ്ങൾ കൂടെയുള്ള ആളുകളെ മാറ്റാൻ ശ്രമിക്കണം എന്നല്ല ഇതിൻ്റെ അർത്ഥം. സ്വയം മെച്ചപ്പെടുത്താൻ പ്രവർത്തിക്കുക. ഒരു സാഹചര്യത്തെ മാറ്റണമെങ്കിൽ ആദ്യം അതിനോട് പൊരുത്തപ്പെടണം. ഒരു പ്രശ്നത്തെ നേരിടാനും പരിഹരിക്കാനും ആദ്യം ആ പ്രശ്നത്തെ കണ്ടെത്തുകയും അത്തരം വെല്ലുവിളിയുണ്ടെന്ന് ബോധ്യപ്പെടുകയും വേണം. പല കാര്യങ്ങളിലും പരിഹാരം കാണുന്നതിന് തടസ്സമായി നിൽക്കുന്നത് പ്രശ്നത്തെ അംഗീകരിക്കാൻ മനസ്സ് തയ്യാറാവാത്തതാണ്. പ്രശ്നത്തെ അംഗീകരിക്കുമ്പോൾ അതിൽ മാറ്റം വരുത്താനും പരിഹാരം കണ്ടെത്താനുമുള്ള ശക്തി നമ്മുടെ ഉള്ളിലുണ്ടെന്ന് നമ്മൾ പരോക്ഷമായി അംഗീകരിക്കുകയാണ്. നമ്മുടെ ആന്തരിക ലോകമാണ് പുറം ലോകത്തെ നിയന്ത്രിക്കുന്നത്. അതായത് ചിന്തകൾ പ്രവർത്തനങ്ങളായി ലോകത്തെ രൂപപ്പെടുത്തുന്നു, ലോകത്തെ മാറ്റുന്നു, വളർത്തുന്നു, ചിലപ്പോൾ തളർത്തുന്നു. അതായത് പോസിറ്റീവ് ചിന്തകൾ പോസിറ്റീവ് അന്തരീക്ഷം സൃഷ്ടിക്കുമ്പോൾ നെഗറ്റീവ് ചിന്തകൾ നെഗറ്റീവ് അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിൻ്റെ സംഘർഷങ്ങൾക്ക് നമ്മുടെ ചിന്തകളും ഉത്തരവാദിയാണ്. ചുറ്റുമുള്ള സമാധാനം നിറഞ്ഞ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിലും നമ്മുടെ ചിന്തകളും വാക്കുകളും പങ്കുവഹിക്കുന്നു. അതായത് പുറം ലോകം നമ്മുടെ ആന്തരിക ലോകത്തിൻ്റെ ആഴത്തിലുള്ള പ്രതിഫലനമാണ്. അഥവാ അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിക്കുമ്പോൾ പോലും അനുഭവത്തെക്കുറിച്ച് ചിന്തിച്ച് സമയം പാഴാക്കാതെ കാര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്യുക. സ്വയം മുന്നോട്ടു പോകാൻ അതാവശ്യമാണ്. പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറുമെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഭാവി യഥാർത്ഥത്തിൽ നമ്മുടെ മുൻകാല ചോയ്സുകളുടെ ഒരു പരിസമാപ്തിയാണ്. പോസിറ്റീവ് അഫർമേഷൻസ്, ലക്ഷ്യങ്ങൾ ഇവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് ശ്രദ്ധ മാറിപ്പോവുകയില്ല. ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളിൽ മാത്രം ജീവിക്കുന്നത് വർത്തമാനകാല സാധ്യതകളെ കാണുന്നതിന് തടസ്സമാവാറുണ്ട്. ഭൂതകാലത്തിൻ്റെ ഓർമ്മകളെക്കാളും ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളെക്കാളും വർത്തമാന സമയത്ത് മുന്നോട്ട് വയ്ക്കുന്ന ചുവടുകളാണ് പ്രധാനം. ഭൂതകാലത്തിൽ നിന്നുമുള്ള പാഠങ്ങളെ ഉപയോഗിക്കാം, പക്ഷേ അതിൽ കുടുങ്ങിക്കിടക്കരുത്. നമ്മൾ ഓരോരുത്തരിലും ഉടലെടുക്കുന്ന ആന്തരിക ഊർജമാണ് സമൂഹത്തിലേക്കും ലോകത്തിലേക്കും കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അതിനാൽ നമ്മളിലുണ്ടാകുന്ന ഒരു നെഗറ്റീവ് ചിന്ത പോലും നമുക്കും ലോകത്തിലും പ്രതികൂലമായി ബാധിക്കും. അതിനാൽ ഓരോ ചിന്തയും വാക്കും പ്രവൃത്തിയും വളരെ കരുതലോടെ മാത്രം ബോധപൂർവം ചെയ്യുക.